എക്സാലോജിക്കുമായുള്ള പണമിടപാട് കേസിൽ CMRL ഉദ്യോഗസ്ഥർ ഇഡിക്ക് മുന്നിൽ ഹാജരായി. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ P. സുരേഷ് കുമാർ, മുൻ കാഷ്യർ വാസുദേവൻ എന്നിവരാണ് ഹാജരായത്. S. രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, തുടർച്ചയായ ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയാണ്. എപ്പോഴാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്? എന്താണ് വിവരങ്ങൾ? മാധു, രാവിലെയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇവരെ ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും CMRL ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഏറ്റവും പ്രധാനമായും ഈ എക്സാലോജിക്കിന് ഈ പണം അനുവദിച്ചതുമായി അല്ലെങ്കിൽ പണം നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ തുക അനുവദിച്ചിട്ടുള്ളത്, എന്ത് സേവനത്തിനാണ് തുക അനുവദിച്ചിട്ടുള്ളത്, ഇത് സംബന്ധിച്ചുള്ള തീരുമാനം എടുത്തത് ഏതൊക്കെ തലത്തിൽ ആരൊക്കെയാണ് എന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം CMRL MD ശശിധരൻ കർത്തയെ വിശദമായി തന്നെ ED ചോദ്യം ചെയ്തിരുന്നു. വീട്ടിലെത്തിയാണ് 11 മണിക്കൂറോളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. നേരത്തെ ഇതിനിടെ ഹൈക്കോടതിയിലും ഇവർ പോയിരുന്നു. ഇതിനിടയിലായിരുന്നു വീട്ടിൽ പോയി ചോദ്യം ചെയ്തത്. എന്തായാലും ഇന്നും ചോദ്യം ചെയ്യൽ തുടരുന്നു. മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ED വൃത്തങ്ങൾ നൽകുന്ന സൂചന ആദ്യഘട്ടത്തിൽ CMRLുമായി ബന്ധപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ അടക്കം വിശദമായി തന്നെ ചോദ്യം ചെയ്യും. അതിനുശേഷം മറ്റ് കക്ഷികൾക്ക്, പ്രത്യേകിച്ചും വീണ വിജയൻ അടക്കം നോട്ടീസ് നൽകുന്ന നടപടിക്രമങ്ങളിലേക്ക് ED വരും ദിവസങ്ങളിൽ കടക്കുമെന്ന സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. ഏതായാലും വിശദമായിട്ടുള്ള അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിരിക്കുന്നത്. S. രാഗിൻ വിവരങ്ങൾ നൽകിയത്. CMRL ഉദ്യോഗസ്ഥരെ ED ചോദ്യം ചെയ്യുന്നു.